Good afternoon. Good afternoon, ma'am. Afternoon, Miss. Good How are you, afternoon. ma'am? Good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ച എല്ലാവരും? Good afternoon, ma'am. Okay, good Yes, afternoon, Sajna. Okay, Najma. Okay. Okay, Seja. Good afternoon, Miss. Okay, Lichin. Sajit. Okay, good afternoon. ഇന്ന് അശ്വതി മിസ് ഇല്ല കേട്ടോ. അപ്പൊ അതിന് പകരമാണ് ഞാൻ കയറിയത്. പകരം വെള്ളിയാഴ്ചത്തെ എന്റെ ക്ലാസ്സിൽ അശ്വതി മിസ് കേട്ടു കേട്ടോ. ഓക്കെ, എന്താണ് സൽവ? നോമ്പാണല്ലേ? ആ, ഓക്കെ ഓക്കെ. നോമ്പ് തുടങ്ങിയോ? ഇല്ല, കറക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. ആ, എന്താണ് സൽവ? എന്റെ മെസ്സേജ് എനിക്ക് മനസ്സിലായില്ലല്ലോ. ബറാത്ത് നോമ്പ് പറയും. എന്താണ്? ബറാത്ത് നോമ്പ്. ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബ്ലഡ് ബാങ്ക് ആണ് പഠിച്ചത്. വായിച്ചു നോക്കിയില്ലേ? മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? എളുപ്പമാണ് കേട്ടോ ബ്ലഡ് ബാങ്ക്. അതിനകത്ത് നമ്മുടെ ബ്ലഡിലെ വിവിധ കമ്പോണന്റുകളും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്തോളൂ കേട്ടോ. ചാപ്റ്റർ നമ്പർ 7 ആണ്. ഡയറ്ററി സർവീസസ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഇതാണ് ഡയറ്ററി സർവീസസ്. ഓക്കെ, ഇതും എന്താണ്? ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമ്മൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ കുറെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചത് എല്ലാം സെപ്പറേറ്റ് ചാപ്റ്ററുകളായിട്ട് നമ്മൾ നോക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന ഒന്നാണ് ഡയറ്ററി സർവീസസ്. നമുക്കറിയാം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ഡയറ്റിന് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ശരിയല്ലേ? കാര്യം എന്താണ്? നമ്മളുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും അത് നശിപ്പിക്കുന്നതിലും ഒരുപോലെ പങ്ക് എന്തിനുണ്ട്? ഡയറ്റിനുണ്ട്. പണ്ടത്തെ പോലെയല്ലല്ലോ. പണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ നമ്മളൊന്നും എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ കൂടുതലും മരണപ്പെട്ടു പോകുന്നത് അല്ലെ. അതിലും പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും എനിക്കൊന്ന് കൂടുതലും ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി കുറച്ചും കൂടെ കൂടുതലാണ് അല്ലെ. അതേസമയം ചെറുപ്പമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും അറ്റാക്ക് വന്നും അല്ലാതെയൊക്കെ മരണപ്പെടുന്നത്. ശരിയല്ലേ? ഇപ്പൊ കുറെയൊക്കെ നമുക്കറിയാം ഇപ്പോ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ് അല്ലെ. ഇപ്പൊ ഷുഗർ എന്നൊക്കെ പറഞ്ഞ പ്രമേഹമില്ലാത്തവരായിട്ട് ആരും ഇല്ല അല്ലെ. മിക്കവർക്കും എന്തുണ്ട്? ഷുഗർ ഉണ്ട് അല്ലെ. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് അല്ലെ. അതുപോലെ തന്നെ പണ്ട് എന്ന് പറയുമ്പോൾ അധ്വാനിക്കുന്ന മനുഷ്യരാണ്. പക്ഷെ ഇന്നത്തെ പോലെ നമുക്ക് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമാണെങ്കിലും അല്ലെ, ഇന്നിപ്പോ നമുക്ക് എന്ത് ഭക്ഷണം എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലുള്ള ഫുഡുകൾ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ് അല്ലെ. പക്ഷെ പണ്ട് കാലം എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല അല്ലെ. പണ്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. കൂടുതലും കൃഷിയിലൂടെയും മറ്റൊക്കെയാണ് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം എന്താണല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ വലിയ വിഷാംശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങള് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു, അത് കഴിക്കുന്നു അല്ലെ. കാരണം ലഭ്യതയും കുറവാണ്. കിട്ടിയത് എന്താണോ അത് കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണോ? അല്ല. ഇതിപ്പോ കൂടുതലും ആളുകൾ ബിസിയായി മാറി അല്ലെ. പണ്ടത്തെ പോലെ അധ്വാനിക്കാനുള്ള ഒരു മൈൻഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലും അല്ല നമ്മൾ ജീവിക്കുന്നത്. ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും അല്ലെ. സ്വാഭാവികമാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ പുതിയ ഒരു ബിസി ലൈഫായി മാറിക്കഴിഞ്ഞപ്പോൾ ഫുഡിലും നമ്മുടെ ഡയറ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെ. ജങ്ക് ഫുഡുകള്, പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങള് അല്ലെ, ഇതൊക്കെയാണ് കൂടുതലും നമ്മളൊക്കെ കഴിക്കുന്നത്. നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ നമ്മളുടെ എന്താണ് ഭാഗമായി മാറില്ലേ. കാര്യം നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ തിരക്കുകളുണ്ട്. ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ ചെയ്യാനുള്ള ഒരു സമയവും ആർക്കും ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുക, ജങ്ക് ഫുഡുകൾ ആശ്രയിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ മൂലം നമ്മുടെ ആരോഗ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോശമായിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷെ ഇപ്പോ ആളുകൾ വീണ്ടും അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഒരു ഡയറ്റ്, പലരും ഇപ്പൊ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ കൂട്ടത്തിൽ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും? ഉണ്ട്. ഓക്കെ, ശിവാനന്ദ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ വരുന്ന സമയത്തും അല്ലെ ഒരു ശരിക്കൊരു ഡയറ്റ് വരുന്നുണ്ട് അല്ലെ അവിടെ അല്ലെ. നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് പകല് മുഴുവൻ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ, വൈകുന്നേരം അല്ലേ ഫുഡും മറ്റും കഴിക്കുന്നത്. അപ്പൊ അതും ഒരു അല്ലെ ഒരു കാലഘട്ടം, കുറച്ച് നാളുകൾ നിങ്ങൾ അതും എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഡയറ്റ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. ഓക്കെ, തീർച്ചയായിട്ടും ഡയറ്റ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും അത് നശിപ്പിക്കുന്നതിലും ഒരുപോലെ പങ്ക് ഇതിനുണ്ട്, ഡയറ്റിനുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡയറ്ററി സർവീസസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ ഇതിനകത്ത് നമ്മളൊരു ഡയറ്ററി സർവീസ്, പ്രത്യേകിച്ച് നമ്മളൊരു ക്യാൻറ്റീൻ സർവീസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ സർവീസ് അവരും ചെയ്യുന്നത് ഡയറ്ററി സർവീസ് ആണ്, പക്ഷെ അതല്ല, ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഡയറ്റീഷ്യന്മാര്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഡയറ്റ് പ്ലാൻ ഒക്കെ തയ്യാറാക്കി ഡയറ്റീഷ്യന്മാരൊക്കെ വന്ന് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് അല്ലെ. അതെന്നൊക്കെ പറഞ്ഞൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ക്യാൻറ്റീൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യരുത്. അത് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ കോൺട്രാക്ട് ബേസിലൊക്കെ ആൾക്കാർ എടുത്ത് നടത്തുന്നതാണ് ഈ ക്യാൻറ്റീൻ. പക്ഷെ അവിടെ ഉണ്ട് ഭക്ഷണ വിതരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ശരിക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഡയറ്ററി സർവീസ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഡയറ്റീഷ്യൻ ആരാണ്, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പിന്നെ വിവിധ ടൈപ്പ് ഓഫ് ഡയറ്റുകൾ. എല്ലാവർക്കും എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലെ. പ്രത്യേകിച്ച് അസുഖബാധിതരായി കഴിഞ്ഞാൽ എന്താണ് എല്ലാ ടൈപ്പ് ഓഫ് ഡയറ്റൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പല ടൈപ്പ് ഡയറ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സ്റ്റാഫിങ്, ഓക്കെ, പിന്നെ അതിന്റെ കുറച്ച് പ്രത്യേകതകളും ഒരു ഡയറ്റീഷ്യന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഡയറ്റീഷ്യന്റെ റോൾ എന്താണ്, പിന്നെ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പൊതുവെ ഡയറ്ററി സർവീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഫാർമസി ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്കൊരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന പോളിസികൾ, പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വായിക്കാം കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കാം. ചാപ്റ്റർ നമ്പർ 7, ഡയറ്ററി സർവീസസ്. ഇൻട്രൊഡക്ഷൻ വായിക്കാം. ഹോസ്പിറ്റൽ dietary services is a service that meets the needs of patients coming from outside. Inpatient given nutrition recommendations and food counseling based on their needs while taking their disease kind and nature into consideration. അതാണ് പറയുന്നത്. ഞാൻ പേജ് നമ്പർ ചോദിക്കുന്നുണ്ടല്ലോ, അതിന് പേജ് നമ്പർ ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ, പേജ് നമ്പർ എത്രയാണ്? 41. ആ, 41 കേട്ടോ. 41 ആണ്. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്? അതൊരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഔട്ട് പേഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻപേഷ്യൻസ് ഉണ്ട് അല്ലെ. പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ഇൻപേഷ്യൻസിനും അവരുടെ ആ ഒരു ഡിസീസിന്റെ നേച്ചർ, ആ ഒരു തരം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്നാൽ എന്താണ് അവരുടെ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റണം, അവരുടെ പോഷകാഹാര ആവശ്യങ്ങളും നിറവേറ്റുന്ന തരത്തില് ന്യൂട്രീഷൻ റെക്കമെൻഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസസ് എന്ന് പറയുന്നത്. എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഔട്ട് പേഷ്യൻസിനും അതുപോലെ അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ഇൻപേഷ്യൻസിനും അവരുടെ ആ ഒരു ഡിസീസിന്റെ നേച്ചർ അല്ലെ, അവരുടെ ആ ഒരു അസുഖത്തിന്റെ തരവും ആ നേച്ചറൊക്കെ മനസ്സിലാക്കി എന്നാൽ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുന്ന തരത്തില് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും അതുപോലെ തന്നെ ഫുഡ് കൗൺസിലിംഗ് അല്ലെ, ഭക്ഷണത്തെ സംബന്ധിച്ച ഒരു അവബോധം, ഡയറ്റിന് അത്രയും ഏറെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അവർക്ക് വേണ്ട ഫുഡ് കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന
ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. വെറുതെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യൽ മാത്രമല്ല അവരുടെ ഫംഗ്ഷൻ. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഫുഡ് കൗൺസിലിംഗ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ വിവിധ ടൈപ്പ് ഓഫ് ഫുഡുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെ ഓരോരുത്തരും പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ അവിടെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് രോഗികളെ ഓരോരുത്തരെയും വ്യക്തിഗതമായിട്ട് തന്നെ പരിഗണിച്ച് അവർക്ക് വേണ്ട ഒരു പേഴ്സണൽ ഡയറ്റ് പ്ലാനിങ് ഒക്കെ തയ്യാറാക്കി ഓരോ ഭക്ഷണത്തിനെയും പറ്റിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ആണ് അതിന്റെ ബെനിഫിറ്റുകൾ, ഇങ്ങനെയുള്ള ഫുഡ് കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകൾ നിർദ്ദേശിക്കാം. അതോടൊപ്പം എന്താണ് അവരുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ, അവരുടെ ആവശ്യങ്ങൾ ഫുഡ് സംബന്ധമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും ഫുഡ് കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. അല്ലെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഹോസ്പിറ്റലിലെ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ്. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും പറയുമ്പോഴും ഇതേ ഡയലോഗ് നമ്മൾ പറയാറുണ്ട് അല്ലെ. ശരിയാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നും താഴെയാണ് വലുതാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വൺ ഓഫ് ദ സിഗ്നിഫിക്കന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാര്യം എന്താണ്, ദ ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ് അല്ലെ. നമ്മൾ സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന്റെ ഹെൽത്ത്, അവരുടെ ഹെൽത്ത് വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഡയറ്റ്സ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, നമ്മളവിടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുകയാണ് അല്ലെ. അതും സയന്റിഫിക് റിസർച്ചിലൂടെ, അനാലിസിസിലൂടെ, പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത്. കാര്യം ഓരോരുത്തരുടെയും കണ്ടീഷൻ, ക്ലിനിക്കൽ കണ്ടീഷൻ വ്യത്യാസമുണ്ട് അല്ലെ. ഓരോരുത്തരുടെ രോഗാവസ്ഥ വ്യത്യാസമുണ്ട്. പേഴ്സണലൈസ്ഡ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് അതുപോലെ ആ ഒരു രോഗിയുടെ സ്വതവേ ഉള്ളവരുടെ റൂട്ടീൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ എന്താണ് അവരുടെ ആരോഗ്യം റീസ്റ്റോർ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമാണ് അവരുടെ സേവനങ്ങള് അല്ല, പിന്നെന്തൊക്കെയാണ്, educating the patients who are receiving the treatment at the hospital regarding use and benefit of various foods and healthy diet അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, ഹോസ്പിറ്റലില് ചികിത്സക്കായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ, അവർക്ക് വിവിധ ഫുഡുകളെ പറ്റിയിട്ടുള്ള അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, അതിനെ ഏത് രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം, അതുപോലെ ഹെൽത്തി ഡയറ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് അല്ലെ, ആ ഒരു കൗൺസിലിങ്ങും മറ്റും ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ്, കാര്യം നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തില് ചികിത്സയോടൊപ്പം തന്നെ ഭക്ഷണത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ചികിത്സയുടെ ഭാഗമായിട്ട് ഡയറ്റീഷ്യനൊക്കെ വന്ന് നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മളോട് പറഞ്ഞു തരും ഇതിന്റെ ഭക്ഷണ സാധനങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം, ഇന്ന രീതിയിലുള്ള ഒരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും എന്തൊക്കെ സാധനങ്ങളാണ്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് കൗൺസിലിംഗും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. പിന്നെന്താണ് ഹെൽത്തി ഡയറ്റ് അല്ലെ. എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാല് അതിന് കൃത്യമായിട്ട് അവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഹെൽത്തി ഡയറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി അല്ലെ. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും എന്താണ് ആവശ്യമായിട്ടുള്ള അളവില് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെ നമുക്ക് എന്ത് വിളിക്കാം, ഹെൽത്തി ഡയറ്റ് എന്ന് പറയും അല്ലെ. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അളവില് ന്യൂട്രിയൻസുകള്, പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഡയറ്റിനെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ഡയറ്റിനെ പറ്റിയിട്ടും പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസുകളെ പറ്റിയിട്ടൊക്കെ
പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും അവയർനെസ്സും ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ന്യൂട്രീഷ്യസ് ഡയറ്റ്? എന്താണ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറഞ്ഞാല്? എ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ഗുഡ് ഹെൽത്ത്. അതായത് ഒരു നല്ല ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറ്റിനെ നമുക്ക് എന്ത് പറയാം? ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയാം. ഓക്കെ, that promotes or maintains good health. നല്ലൊരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന, നിലനിർത്തുന്ന ഒരു ഡയറ്റിനെ നമുക്ക് എന്ത് പറയാം? ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് മാത്രം കേട്ടോ. എന്താണ് ഡയറ്ററി സർവീസ്? അപ്പൊ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലെ, അവരുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അവര് വെറുതെ ചുമ്മാ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാർക്ക് വിതരണം ചെയ്യുന്ന ആളുകളല്ല. കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയി സയന്റിഫിക് റിസർച്ചിലൂടെ, അനാലിസിസിലൂടെ, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനിങ്ങും മറ്റും തയ്യാറാക്കിയിട്ട് രോഗികളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുകയും അവർക്ക് വേണ്ട ഫുഡ് കൗൺസിലിംഗും മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അതുപോലെ എന്താണ് ഹെൽത്തി ഡയറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഡയറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ദ ഓൾ നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഒരു ഡയറ്ററി സേവനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റലില് പ്രവർത്തിക്കുന്നത്? ഓക്കെ, ഓരോ പോയിന്റുകളും മനസ്സിലാക്കി പോവുക. ഫസ്റ്റ് വൺ എന്താണ്? ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. അല്ലെ, ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പേഷ്യൻസിനും, ആ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസും, അത് ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, ഇൻ പേഷ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ ആ ഹോസ്പിറ്റലില് ഫുഡ് കഴിക്കുന്ന സ്റ്റാഫുകളും എല്ലാവരും അതിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല, ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡില്, നല്ല നിലവാരത്തിൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു ഹൈജീനും അല്ലെ, ആ ഒരു ശുചിത്വം പാലിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ വിതരണം, ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും പോഷകപ്രദവും രുചികരവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അവിടുത്തെ പേഷ്യൻസിന് അല്ലെ, എല്ലാ പേഷ്യൻസിനും ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, ഏറ്റവും ഉയർന്ന നിലവാരത്തില് ശുചിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രൊഡക്ഷനിലായിക്കോട്ടെ, വിതരണത്തിലായിക്കോട്ടെ, ഭക്ഷണം നമ്മൾ തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും അതിലൊക്കെ ഏറ്റവും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹൈജീൻ അല്ലെ, ആ ഒരു സാനിറ്റേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട്, എന്നാൽ അത്യാവശ്യം ഡെലീഷ്യസ് ആയിട്ടുള്ള, പോഷകപ്രദമായിട്ടുള്ളതും അതുപോലെ ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ഭക്ഷണം ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ് അല്ലെ. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ് ആരെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓരോ പേഷ്യൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. കാര്യം എന്താണ്? ഓരോ പേഷ്യൻസിന്റെയും ക്ലിനിക്കൽ കണ്ടീഷൻസ് വ്യത്യസ്തമാണ്. അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പോഷകാഹാര ശുപാർശകളും മറ്റും പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ആൻഡ് ഡയറ്റ് പ്ലാനിങ് അതിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ അവർക്ക് വേണ്ട ഒരു ഡയറ്റ് തയ്യാറാക്കുക, ഡയറ്റ് പ്ലാനിങ് നടത്തുക അല്ലെ. ഓരോ രോഗികളുടെ കണ്ടീഷൻ എന്താണ് അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ അവരുടെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തില് ഡയറ്റ് പ്ലാനിങ് നടത്തുക അല്ലെ. കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തത് എന്താണ്? കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. ഇതാണ് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്.
കലോറി ആവശ്യകതകൾ കണക്കിലെടുക്കുക അല്ലെ. ഓരോ പേഷ്യൻസിന്റെയും കലോറി നീഡ്സ് എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ കെയർ പ്ലാൻ തയ്യാറാക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഈ കാലറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കാലറി അല്ലെ, കലോറി എന്നൊക്കെ പറയുന്നത് എന്താണ് സംഭവം? അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് അല്ലെ, നമുക്കറിയാം എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒരേ അളവിലാണോ കാലറി ഉണ്ടായിരിക്കാം? അല്ല, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കാലറി വ്യത്യസ്ത അളവിലായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു വാഹനം ഓടണമെങ്കിൽ അതിന് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള ഇന്ധനം ആവശ്യമാണ് അല്ലെ. എന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനമാണിത് കാലറി എന്ന് പറയുന്നത്. കാലറി എന്ന് പറയുന്ന ഒരു ഇന്ധനം വേണം നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട്. ഒരു വാഹനത്തിന് പെട്രോളും ഡീസലും ഒരു ഇന്ധനം എന്ന പോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഊർജ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാലറിയാണ് അല്ലെ. കാലറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ധനം കാലറിയാണ്. ഈ കാലറി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒരേ അളവിലല്ല കാലറി ഉള്ളത് അല്ലെ. അപ്പൊ ഒരു മനുഷ്യന് ശരാശരി എത്ര കാലറി അല്ലെ, എത്ര കലോറി ആവശ്യമുണ്ട് അത് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്, ഒരേപോലെയല്ല അല്ലെ. കാര്യം എന്താണ്? നമ്മൾ ഈ ഒരു കാലറിയിൽ നിന്നാണ് മനുഷ്യ ശരീരം നമ്മുടെ ഊർജത്തിന് ആവശ്യമായിട്ടുള്ള കാലറി എടുക്കുന്നത്, ഊർജത്തിന് ആവശ്യമായിട്ടുള്ള എനർജി എടുക്കുന്നത് ഈ ഒരു കാലറിയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആ ഒരു എന്താ പറയാ ശ്വാസോച്ഛ്വാസം, ഓക്കെ, വൃന്ദ പറഞ്ഞ കറക്റ്റ് യൂണിറ്റ് ഓഫ് എനർജിയാണ്. അത് മാത്രമല്ല എന്താണ്, അത് എനർജിയുടെ യൂണിറ്റ് കാലറി എന്ന് പറയും. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാലറിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് വരുന്ന കാലറി ഉണ്ടല്ലോ, അതിന് മിച്ചം വരുന്ന കാലറി എന്ത് സംഭവിക്കുന്നറിയോ? അത് ശരീരത്തിന് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടും. നമ്മൾ ഇന്നത്തെ കാലത്ത് അതാ സംഭവിക്കുന്നത്. നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് ആവശ്യത്തിലധികം കാലറി നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നുണ്ട്. കാര്യം എന്താ? നമ്മൾ അതിന് അധ്വാനിക്കുന്നില്ല. ഓരോരുത്തരുടെ അധ്വാനത്തിനനുസരിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്ര കാലറിയാണ് വേണ്ടതെന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഇങ്ങനെ കൂലിപ്പണി ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന അത്തരം ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ഊർജം ആവശ്യമാണ്. കാര്യം എന്താണ്? അവർക്ക് കൂടുതൽ പേശി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ കാലറി ഉള്ള ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കഴിക്കണം. അതേസമയം ചില ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ശരീരത്തിന് വ്യായാമവും കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ. അപ്പൊ അവർക്ക് വളരെ കുറച്ച് എനർജി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കുറഞ്ഞ അളവിൽ കാലറി ചെയ്താൽ മതി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മനുഷ്യരുടെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് ആവശ്യത്തിലധികം കാലറി ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് കാലറി മാത്രമാണ് അധ്വാനിക്കുന്നവർക്ക് ഓക്കെ, കുഴപ്പമില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് എന്ത് സംഭവിക്കും? വളരെ കുറച്ച് കാലറി മാത്രമേ ഉപയോഗിക്കൂ. ഇപ്പൊ നമ്മുടെ ഹൃദയമിടിപ്പ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, ഓക്കെ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസിനൊക്കെ ഒരു ചെറിയ അളവിൽ നമുക്ക് കാലറി ആവശ്യം വരും. ബാക്കി മിച്ചം വരുന്ന കാലറി മുഴുവൻ ശരീരത്തിൽ കൊഴുപ്പായിട്ടാണ് അടിഞ്ഞുകൂടുന്നത്. ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി അവസാനം എന്തുണ്ടാവും? അമിതവണ്ണം അല്ലെങ്കിൽ പ്രമേഹം, മറ്റു പല ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാണ്. ശരിക്കും പറഞ്ഞാല് നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന കാലറി അന്നന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളതാണ് ശരിക്കും അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. കാലറിയെ പറ്റി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് കാൽക്കുലേറ്റിംഗ് കാലറി. എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നിപ്പോ വ്യായാമം ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മള് ഡയറ്റ് ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധികം അധ്വാനിക്കാത്ത ആളുകളാണെങ്കിൽ ഒത്തിരി കാലറി ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോ കൂടുതലും കഴിക്കുകയും ചെയ്യും, അധ്വാനിക്കുകയില്ല, എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ എന്തായി? കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടി. പിന്നെ നമുക്കത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെയും കലോറി നീഡ്സ് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതാണ് അവരൊരു പ്രത്യേകം എടുത്തു പറയുന്നത്. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആണ്. ഓരോ വ്യക്തികളുടെയും കലോറി നീഡ്സുകൾ കണക്കിലെടുത്ത് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. നമ്മളൊരു ഡയറ്റീഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവര് നമുക്കത് പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ പലതും കണ്ടിട്ട് നമ്മുടെ ഡയറ്റ് പ്ലാൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല, അത് ശരിക്കും ഒരു ഡയറ്റീഷ്യനെ പോയി കാണും. അദ്ദേഹം പറഞ്ഞു തരും നമ്മുടെ ബോഡി വെയിറ്റും നമ്മുടെ ആ ഒരു റുട്ടീനൊക്കെ അനുസരിച്ച് അവര് പറയും ഇത്രയും ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ ഡയറ്റ് പ്ലാൻ. അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ ആരോഗ്യം എപ്പോഴും നിലനിർത്താനും സാധിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. പിന്നെ എന്താണ്? പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള
ഡയറ്റ് പ്ലാൻ തയ്യാറാക്കുക, അവർക്ക് വേണ്ട ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാല് പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ അധ്വാനിക്കുന്ന ആൾക്കാർ, നമുക്ക് അധ്വാനം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു. അടുക്കളയിലായാലും ഇഷ്ടം പോലെ എന്താണ് ശാരീരിക അധ്വാനം വേണ്ട ജോലികളായിരുന്നു അല്ലെ. അമ്മിയിലരയ്ക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മള് എന്താണ് പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ, എന്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മയൊക്കെ ദോശമാവൊക്കെ അരച്ചിരുന്നു, മിക്സി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആട്ടുകല്ലിൽ ഇട്ടിട്ടൊക്കെ കാണുന്നത്. അപ്പൊ നല്ലൊരു എക്സസൈസ് ആണത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ എല്ലാം അങ്ങനെയാണ്, വാഷിംഗ് മെഷീൻ. അപ്പൊ നമുക്ക് അധികം അധ്വാനം വരുന്നില്ല. പണിയുണ്ടോ എന്ന് വെക്കുമ്പോൾ പണിയുണ്ട്, പക്ഷെ നമുക്ക് എന്താണ്, അതെ, അധികം വലിയ ശാരീരിക അധ്വാനം വരുന്നില്ല. പക്ഷെ നമ്മൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ കൂടുതൽ ആളുകൾ ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കോൺഷ്യസ് ആവുന്നുണ്ട്, ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഇന്നത്തെ കാലത്ത് ഡയറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതെന്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്, OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ദാറ്റ് മീൻസ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ ഐറ്റംസുകൾ ഉൾപ്പെടുത്തണം എന്നതിനെ പറ്റിയിട്ട് ഡയറ്റീഷ്യന്മാർക്ക് എന്ത് കൊടുക്കുക, പരിശീലനങ്ങൾ കൊടുക്കുക. ഡയറ്റീഷ്യന്മാരൊക്കെ അവർക്ക് കൊടുക്കാം, അവർക്ക് അവയർനെസ് കൊടുക്കാം. ഒരു ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങും മറ്റും കൊടുക്കുന്നതും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ദ ന്യൂട്രീഷ്യസ്, ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് while retaining a high standard hygiene, production, delivery, sanitation to all patients, and evaluation and diet planning, calculating calorie needs and nutritional care planning, personalized nutritional assistance for patients, OP and IP diet counseling, and training for the items in dietetics. Okay. ഇനി നമ്മൾ പഠിക്കുന്നത് ഡയറ്റീഷ്യനെ പറ്റിയിട്ടാണ് അല്ലെ. ആരാണ് ഡയറ്റീഷ്യൻ എന്ന് പറയാം? അദ്ദേഹം ശരിക്കും പറഞ്ഞൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് കേട്ടോ. അദ്ദേഹം ഒരു വലിയൊരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. The dietitians are health professionals ideally skilled in implementing and altering good routines of an individual or population. നമ്മൾ പറയും നമ്മുടെ ഓരോ വ്യക്തികളെ ഉൾപ്പെടുന്ന നമ്മുടെ ഈ ഒരു പോപ്പുലേഷന്റെ ഒക്കെ നല്ലൊരു ഗുഡ് റൂട്ടീൻസ്, ദാറ്റ് മീൻസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റൂട്ടീൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള, നമുക്ക് നല്ലൊരു റൂട്ടീൻസ്, ഹെൽത്തി ആയിട്ടുള്ളൊരു റൂട്ടീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്റീഷ്യൻ ഒരു ചെറിയൊരാളല്ല കേട്ടോ, അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഓക്കെ. പിന്നെന്താണ്, എ ഡയറ്റീഷ്യൻ ഈസ് ദ വൺ who manages the preparation of therapeutic or other diets for individuals or groups in hospitals, institutions and other establishments, and for workers in the particular sectors. അല്ലെ, നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകളായിക്കോട്ടെ, മറ്റേത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പെർട്ടിക്കുലർ സെക്ടറിലൊക്കെ എന്താണ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെ, ആളുകൾക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഡയറ്റുകൾ, ചികിത്സാപരമായിട്ടുള്ള ഡയറ്റുകളും അല്ലാതെയുള്ള ഡയറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഇൻസ്ട്രക്ടിങ് സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ദ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ്. അല്ലെ, ഈ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അവർക്ക് വേണ്ട ഫുഡ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്, ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാംസ്. ന്യൂട്രീഷൻ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടികള്, ചുമതലകൾ നിർവഹിക്കുക. And may be liable for food purchasing on behalf of an organization or establishment. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹോസ്പിറ്റലിനെ ആയിക്കോട്ടെ, അതിന്റെ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനും ലയബിൾ ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്, ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, ഒരു ഹെൽത്ത് ടീമിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു എന്താണ്, നല്ലൊരു റൂട്ടീൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്.
അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്യൂട്ടിക് ഡയറ്റുകളും അല്ലാതെയുള്ള ഡയറ്റുകളും പ്രിപ്പയർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെ ഓർത്തു വയ്ക്കുക. അതുപോലെ ന്യൂട്രീഷൻ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് ചുമതലകൾ നിർവഹിക്കുന്നതും ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസുകളും മറ്റു ഫുഡ് സപ്ലൈസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഡയറ്റീഷ്യൻ. ഓക്കെ, ക്ലിയർ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അടുത്തത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഓക്കെ, എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ sustaining a balanced diet and keeping in consideration to meet all the essential nutrients needed by the body. അല്ലെ, ഇതുകൊണ്ടാണ് ഒരു ഡയറ്ററി മാനേജ്മെന്റ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നിർബന്ധമായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റും അതുപോലെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസുകളും നമ്മൾ കഴിക്കണം. അല്ലെ, അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസുകൾ കൺസിഡർ ചെയ്ത് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ, സമീകൃത ആഹാരം അല്ലെ. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ ഡയറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദ പ്രോപ്പർ പ്രൊപ്പോർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽ, പ്രോട്ടീൻസ് അല്ലെ, വിറ്റമിൻസ്, അതുപോലെ തന്നെ വാട്ടർ. എന്തിനു വേണ്ടിയിട്ടാണ്? നെസസറി ടു മെയിൻറ്റെയിൻ ദ ഗുഡ് ഹെൽത്ത് അല്ലെ. നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ പറയുന്ന നമുക്കെല്ലാം ആവശ്യമാണ് അല്ലെ. കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, മിനറൽ വേണം, വിറ്റമിൻസ് വേണം. ഇതെല്ലാം തന്നെ ശരിയായ അളവില് അടങ്ങിയിട്ടുള്ള ആ ഒരു ഡയറ്റ് ആണ് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്സ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ് ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ക്യാൻസർ ഓൾസോ അല്ലെ. അതെ, നമ്മളൊരു ശരിയായ ഒരു ഭക്ഷണക്രമം നമുക്ക് പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രമേഹം അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങള്, ക്യാൻസർ പോലെയുള്ള പല എന്താണ് ക്രോണിക് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങൾക്കുള്ള സാധ്യതകളും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ക്യാൻസർ ഒക്കെ വരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കുറെ കാരണങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഭക്ഷണക്രമവും ആ ഒരു ഇതൊക്കെയാണ് ക്യാൻസർ ഒക്കെ വരാനുള്ള ഒരു കാരണം. മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രമേഹം അല്ലെ, ജീവിതശൈലി രോഗമാണ്. അതുപോലെ ഹൃദ്രോഗങ്ങള് അല്ലെ, ഇതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കൂടുതലും ചില ആളുകൾ ഈ വറവ് പൊരി സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും. ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒട്ടും എന്താ ഹെൽത്തി അല്ലാത്തതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ കടകളിലൊക്കെ അവരുപയോഗിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിൽ വറക്കുന്നു. സെയിം ഓയിൽ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓൾറെഡി ഉപയോഗിച്ച ഒരു ഓയിൽ വീണ്ടും വീണ്ടും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്തുമാത്രം മോശം വരുന്നുണ്ട് എന്നുള്ളത് ഓർക്കാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വരിക അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞു കൂടുക, അത് പിന്നീട് ഹൃദ്രോഗത്തിലേക്ക് നയിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണ്. അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. കാര്യം നമ്മൾ പലർക്കും പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങളൊന്നും അത്ര ഹെൽത്തി അല്ലല്ലോ. അത് രുചി കൂട്ടാനും അല്ലാതെ ഒത്തിരി കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിവതും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു പോവാന്നുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പൊ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ അവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കാം. പറയാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ശരിക്കും അതാണ് വേണ്ടത്. ആ രീതിയിൽ കഴിവതും പരമാവധി പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാം. നമുക്ക് പറ്റുന്ന അത്യാവശ്യം ചിലപ്പോൾ അല്പം രുചി കുറവാണെങ്കിലും കുഴപ്പമില്ല,
അത് ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും അല്ലെ. അപ്പൊ അതോടുകൂടി കുറച്ചൊക്കെ നമുക്ക് ഡയറ്റ് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്നത്തെ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ജനറേഷൻ ആളുകൾക്കൊക്കെ പൊതുവെ എന്തായിരിക്കും ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ കുറവായിരിക്കും അല്ലെ. കാര്യം നമ്മുടെ ഡയറ്റ് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഓക്കെ, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. സമയത്തിന് ഭക്ഷണം കഴിക്കാം. അതുപോലെ പ്രധാനപ്പെട്ട ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടല്ലോ, അവരൊക്കെ സമയത്തിന് ഫുഡ് കഴിക്കണം അല്ലെ. കാര്യം എല്ലാം ശരിക്കും മധുരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്നല്ല, എല്ലാം കഴിക്കണം അവര്. പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അളവ് വെച്ച് കഴിക്കാം, കൃത്യസമയത്ത് കഴിക്കാം, അങ്ങനെയൊക്കെ ഉള്ളത് അവര് ശ്രദ്ധിക്കണം കേട്ടോ. എന്റെ അമ്മ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അപ്പൊ ഫുഡിലൊക്കെ പ്രശ്നം, ഡയബറ്റീസ് മാത്രമല്ല കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡയറ്റിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം എക്സാമ്പിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് കേട്ടോ. ഇനി വിവിധ ടൈപ്പ് ഓഫ് ഡയറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡയറ്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രത്യേകം ഡയറ്റുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ് ഇതൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ കാർഡിയാക് ഡയറ്റ്. പേര് സൂചിപ്പിക്കുന്നുണ്ട് എന്തിനുള്ളതായിരിക്കും എന്നുള്ളത് അല്ലെ. കാർഡിയാക് ഡയറ്റ്, അതുപോലെ തന്നെ റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് ആണ് അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? കാർഡിയാക് ഡയറ്റ്. കാർഡിയാക് ഡയറ്റിന് വേറൊരു പേര് ഇപ്പം കൂടെ പറയും, ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നും പറയും കേട്ടോ. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം അല്ലെ. കാർഡിയാക് ഡയറ്റ് ആണ് ബിക്കോസ് ഇറ്റ് ഇസ് ദ ഡയറ്റ് ദാറ്റ് ഇസ് റെക്കമെൻഡഡ് ഫോർ ദ കാർഡിയാക് പേഷ്യൻസ് അല്ലെ. ഹൃദ്രോഗങ്ങളുള്ള രോഗികൾക്ക്, ഹൃദയ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ള രോഗികൾക്കായിട്ട് നമ്മൾ ശുപാർശ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ഇത് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ ഹൃദ്രോഗമുള്ള ആളുകളെ സംബന്ധിച്ച് അധികം കൊഴുപ്പുള്ള അല്ലെങ്കിൽ അത്രയും ഫാറ്റുള്ള അങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ ഒഴിവാക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇങ്ങനെയുള്ള ഫാറ്റൊക്കെ അടിഞ്ഞു കൂടുമ്പോഴാണ് ഈ ബ്ലോക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ ശരിയായ വ്യായാമം ഇല്ലാത്തതിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഡയറ്റിൽ ശ്രദ്ധിക്കുക, ഒപ്പം എക്സസൈസും അതിനോടൊപ്പം വ്യായാമം ചെയ്യുന്നത് നിർബന്ധമാണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പൊ കാർഡിയാക് ഡയറ്റ് കേട്ടോ. ദാറ്റ് ഇസ് ദ ഡയറ്റ് ദാറ്റ് ഇസ് റെക്കമെൻഡഡ് ഫോർ മാനേജിങ് എന്താണ് കാർഡിയാക് പേഷ്യൻസ് കേട്ടോ. കാർഡിയാക് പേഷ്യൻസിന് വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ്. ദെൻ വാട്ട് ഇസ് റീനൽ ഡയറ്റ്? റീനൽ എന്ന വാക്കിന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് റീനൽ ഫെയിലിയർ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ഡയറ്റ് പ്ലാൻ ദാറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കിഡ്നി ഫെയിലിയർ അല്ലെ. കിഡ്നി തകരാറുകളുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് റീനൽ ഡയറ്റ്. നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഡയാലിസിസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ കിഡ്നിക്ക് വളരെയധികം ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് അറിയാലോ. പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ കരിച്ചു മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി ഡാമേജ് വന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക മെറ്റാബോളിക് ആക്ടിവിറ്റീസും തകരാറിലാവും. അപ്പൊ അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡയറ്റുകൾ ഉണ്ട്. ഓക്കെ, റീനൽ ഡയറ്റ്. ഓക്കെ, റീനൽ ഡയറ്റ് ദാറ്റ് ഇസ് ദ ഡയറ്റ് ദാറ്റ് ഇസ് റെക്കമെൻഡഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കിഡ്നി ഫെയിലിയർ കേട്ടോ, അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ഉള്ള ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോ സോഡിയം ഡയറ്റ് ആണ്. ലോ സോഡിയം ഡയറ്റ് ആർക്കായിരിക്കും? ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ സോഡിയം ഡയറ്റ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ദ ഡയറ്റ് ദാറ്റ് ലിമിറ്റ്സ് ദ ലെവൽ ഓഫ് സോഡിയം. സോഡിയം മീൻസ് സോൾട്ട് അല്ലെ. സോൾട്ടിന്റെ ആ ഒരു അളവ് ലിമിറ്റ് അത് തന്നെ. BP പേഷ്യൻസ് അല്ലെ. അതെ, ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഡയറ്റ് ആണെന്ന് അറിയോ? ലോ സോഡിയം ഡയറ്റ് ആണ്. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് BP പേഷ്യൻസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഏതാണ്? ലോ സോഡിയം ഡയറ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ BP ഒക്കെ വേണ്ടി പറയില്ലേ, അച്ചാറ് ഒക്കെ കുറയ്ക്കാൻ പറയും, പപ്പടം, അച്ചാറ് അല്ലെങ്കിൽ ഉപ്പ് ഒക്കെ എന്താണ് ഓക്കെ കിഡ്നി പേഷ്യൻസ് ഓൾസോ. ഓക്കെ, അത് കിഡ്നി പേഷ്യൻസിനും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ബിക്കോസ് കിഡ്നി തകരാറിലായി കഴിഞ്ഞാലും നമ്മുടെ ധാതു ലവണങ്ങളുടെ അളവുകളൊക്കെ ഇംബാലൻസ് ആവും അല്ലെ. സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള മിനറൽസ് ഒക്കെ നമ്മുടെ എന്തൊക്കെ ബാലൻസ് പോവും അല്ലെ. അങ്ങനെയുള്ളവർക്കും അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഓർത്ത് വെക്കാം. സോഡിയം ഡയറ്റ് BP പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈസി ടു ചൂ ആൻഡ് സ്വാലോ അല്ലെ. നമുക്ക് ചവയ്ക്കാനും അതുപോലെ തന്നെ വിഴുങ്ങാനും ഒക്കെ എളുപ്പമുള്ള ഡയറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ.
ടെക്സ്ചറിൽ സോഫ്റ്റ് ആയിരിക്കും, ദാറ്റ് ഇസ് ലോ ഇൻ ഫൈബർ അല്ലെ. അങ്ങനെയുള്ള ഡയറ്റ് പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഈ വയസ്സായ ആളുകൾ, ഈ ഡെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ചവയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ സോഫ്റ്റ്, അവർക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതന്നെ എന്താ പറയുന്നത്, അവർക്ക് മാത്രമല്ല കേട്ടോ, സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, ഡൈജസ്റ്റീവ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ് ഉള്ള ആളുകള്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈസിലി ഡൈജസ്റ്റ് ആവുന്ന ഫുഡുകളാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ ഡെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾ, ഈസി ടു ച്യൂ ആൻഡ് സ്വാലോ, ചവയ്ക്കാനും വിഴുങ്ങാനും ഒക്കെ എളുപ്പമുള്ള, അതുപോലെ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ഒരിക്കലും നമുക്ക് ഹാർഡായിട്ടുള്ള ഭക്ഷണമൊന്നും അവർക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. കുറെ കൂടെ ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഫുഡുകളായിരിക്കും. അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് എന്ത്? സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് അല്ലെ. പ്രമേഹമുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ്. ദെൻ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഡയറ്റ് ദാറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻസ് അല്ലെ. ഈ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിക്കുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ്. ജിമ്മിലൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മിക്കപ്പോഴും അത് ചിക്കൻ അല്ലെ, ചിക്കൻ അതുപോലെ മുട്ടയുടെ വെള്ള ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അവർ ഉൾപ്പെടുത്തും അല്ലെ. കാര്യം എന്താണ്? നല്ല പ്രോട്ടീൻ ആണ് അല്ലെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റുകളാണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ദെൻ ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് മീൻസ് അറിയാലോ, ലൈക്ക് ജ്യൂസസ് അല്ലെ, അങ്ങനെയുള്ള നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലിക്വിഡ് ഡയറ്റ് ആണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ്, ഇതുപോലെ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ്, ഇവർക്കൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? ലിക്വിഡ് ഡയറ്റ്. അപ്പൊ ഇതിൽ പറയുന്ന പല ഡയറ്റുകളും പല സാഹചര്യങ്ങളിലുള്ള ആളുകൾക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം അവിടെ കൊടുത്തിരിക്കുകയാണ് പല ടൈപ്പ് ഓഫ് ഡയറ്റുകൾ കേട്ടോ. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആൻഡ് ലിക്വിഡ് ഡയറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ആണ്. ഓക്കെ, നമ്മളൊരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയായിരിക്കണം? നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോൾ ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ പഠിച്ചു. എവിടെയായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു? ഏതായിരുന്നു? ഗ്രൗണ്ട് ഓഫ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. It is on the ground floor that this department is preferably located. ചില ഹോസ്പിറ്റലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, എങ്കിലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഐഡിയൽ ലൊക്കേഷൻ ആയിട്ട് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. ഓക്കെ, the design and the physical facilities of the department have an importance on the standard of food service, labor cost and the morale of employees. അവിടെ എന്താ പറയുന്നത്? നമ്മൾ ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, ആ ഒരു ഫിസിക്കൽ, അവിടെ നമ്മൾ കൊടുക്കുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെ, മറ്റ് അതിന്റെ ആ ഒരു ഡിസൈൻ, അതായത് ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി പറയുന്ന കാര്യങ്ങളെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന എന്തൊക്കെ കാര്യങ്ങളിൽ ഇമ്പാക്ട് ഉണ്ട് അതിന്? ഒന്ന്, സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ഭക്ഷണ സേവനങ്ങളില്, ഭക്ഷണ സേവന വിതരണത്തില് വലിയൊരു ഇമ്പാക്ട് ഉണ്ട് അല്ലെ. അതായത് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് ഉള്ള ഫിസിക്കൽ ഫെസിലിറ്റികള് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ എന്തിനൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്? ഒന്ന്, സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ് അല്ലെ, ഭക്ഷണ സേവന വിതരണത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലേബർ കോസ്റ്റ്, തൊഴിൽ ചെലവിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? മൊറാലിറ്റി ഓഫ് എംപ്ലോയീസ് അല്ലെ, ദാറ്റ് മീൻസ് എംപ്ലോയീസിന്റെ ഒരു എന്താണ്? മനോവീര്യം. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെ അത് സാരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള, അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഫുഡ് സർവീസ് അവർക്ക് ചെയ്യാനും കഴിയും അല്ലെ. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നല്ലൊരു ഫുഡ് സർവീസ്, ആ ഒരു കൊടുക്കുന്ന ആ ഒരു ഭക്ഷണ സേവനത്തില് നല്ലൊരു സ്റ്റാൻഡേർഡ് അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, തൊഴിൽ ചെലവിനെ സ്വാധീനിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, അവിടെ അധികം ഫെസിലിറ്റികളൊക്കെ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും
അല്ലെ? ബുദ്ധിമുട്ട് മീൻസ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ലേബർ കോസ്റ്റും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും അല്ലെ? അതുപോലെ തന്നെ ജീവനക്കാരന്റെ ഉൽപാദനക്ഷമത അത് അവരുടെ ആ ഒരു എഫിഷ്യൻസിനെയൊക്കെ അത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്കിപ്പോ ഒരു സൗകര്യങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് നിന്നും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മള് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് അത്യാവശ്യം വേണ്ട മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് മെഷീനറീസ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുറേയൊക്കെ ലേബർ കോസ്റ്റുകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. മാനുവലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ലേബർ കോസ്റ്റുകൾ കൂടും, മറ്റു പല റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ ഫെസിലിറ്റിക്ക് അനുസരിച്ച് ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് മൊറാലി ഓഫ് എംപ്ലോയീസ് അല്ലെ? എംപ്ലോയീസിന്റെ മനോവീര്യം, അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ അവർ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റികളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാവുമ്പോൾ അവർക്ക് കുറെ കൂടെ മോട്ടിവേറ്റഡ് ആയിട്ട് കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് എംപ്ലോയീസിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ നല്ല ഒരു ഹൈ മൊറാലി ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല സേവനങ്ങൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. വേറൊന്നുമല്ല അവിടെ പറയുന്നത്, ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഇമ്പാക്ട് ഉണ്ട്, അതിനൊക്കെ എന്തിനൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസിന് ഇമ്പാക്ട് ഉണ്ട്, ലേബർ കോസ്റ്റിന് അതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്, പ്ലസ് മൊറാലി ഓഫ് എംപ്ലോയീസിന്റെ ആ ഒരു മനോവീര്യം അവരുടെ ഒരു കോൺഫിഡൻസിനെയും അത് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പോയിന്റുകൾ ഓർത്ത് വെക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ലേബർ കോസ്റ്റ് ആൻഡ് മൊറാലി ഓഫ് എംപ്ലോയീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഐഡിയൽ ലൊക്കേഷൻ ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സ്റ്റാഫിംഗ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫിംഗ് ആണ് ഇനി ഇവിടെ പറയുന്നത്. സ്റ്റാഫിംഗ് എങ്ങനെയാണെന്ന് നോക്കി. ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും ഓവർസീ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ. അദ്ദേഹത്തിന്റെ കീഴിൽ ചീഫ് ഡയറ്റീഷ്യൻ ഉണ്ടാവും. അപ്പൊ ചീഫ് ഡയറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തം ആ ഓവറോൾ ആ ഫുൾ ഹോസ്പിറ്റലിലെ ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ആരായിരിക്കും? ആ ഒരു ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിലാണ് മറ്റ് ഡയറ്റീഷ്യന്മാർ വരുന്നത്. മറ്റ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നുണ്ടായിരിക്കും അവര് ഈ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവര് റെഫർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ രോഗിയുടെയും അവരുടെ ആ കണ്ടീഷൻസുകളൊക്കെ അസസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഡയറ്റ് പ്ലാനിങ്ങും മറ്റും തയ്യാറാക്കുന്നത് ഡയറ്റീഷ്യൻസ് ആയിരിക്കും. ഓക്കെ, ഡയറ്റീഷ്യന്റെ കീഴിൽ സൂപ്പർവൈസർമാരുണ്ടാവും അല്ലെ? സൂപ്പർവൈസർമാർ എന്താ ചെയ്യുന്നത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന മറ്റു അവരുടെ കീഴിലുള്ള എല്ലാ സ്റ്റാഫുകളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെ, അവരെ ഡയറക്റ്റ് ചെയ്യാം, അവർക്ക് വേണ്ട ഗൈഡൻസും മറ്റും കൊടുക്കുന്നത് സൂപ്പർവൈസർ ആണ്. സൂപ്പർവൈസറുടെ കീഴിലായിട്ട് കുക്ക് ഉണ്ടാവും, ഡയറർമാരുണ്ടായിരിക്കും. കുക്കിന്റെ കീഴിൽ അസിസ്റ്റന്റ് കുക്ക്, ഡയറേഴ്സിന്റെ കീഴില് ക്ലീനേഴ്സ് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് സ്റ്റാഫിംഗ് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ടോപ്പിൽ മെഡിക്കൽ സൂപ്രണ്ടിന്റെ ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിൽ ഡയറ്റീഷ്യൻ, ദെൻ സൂപ്പർവൈസറിന്റെ കീഴിൽ കുക്ക് വരുന്നുണ്ട്, ഡയറർമാർ വരുന്നുണ്ട്, കുക്കിന് അസിസ്റ്റന്റ് കുക്കും, ഡയറേഴ്സിന്റെ കീഴിലായിട്ട് ക്ലീനേഴ്സ്. ഇതാണ് ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാഫിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് വായിച്ചു നോക്കി, ഇത്രയും ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കി.
ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ജ്യൂസസ് അങ്ങനെയുള്ള ഡയറ്റുകളാണ് കേട്ടോ ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ നിന്ന് മെൽറ്റ് ചെയ്യുന്ന ഐസ്ക്രീം, ജ്യൂസുകള്, ഇതൊക്കെയാണ് എന്ത് ലിക്വിഡ് ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കൂടുതൽ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസുകള്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ലിക്വിഡ് ഡയറ്റ് കേട്ടോ. അതുപോലെ തന്നെ വയസ്സായ ആളുകൾക്കും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അവർക്കൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ലിക്വിഡ് ഡയറ്റ്. ഓക്കെ, അത് ഓരോരുത്തരുടെ ക്ലിനിക്കൽ കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത് കേട്ടോ. ബെയറർമാര് അല്ലെ, കുക്കും ബെയറർമാരും, ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ബെയറർമാര് അല്ലെ, ഫുഡൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾ കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ റൂമുകളിലും മറ്റൊക്കെ എന്താണ് ഫുഡ് കൊണ്ടുതരുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന സമയത്ത് വാർഡുകളിലേക്ക്, നമ്മുടെ റൂമിലേക്കൊക്കെ കൊണ്ടുതരുന്ന ആളുകൾ അല്ലെ, ഇതൊക്കെ എന്താണ് ബെയറർമാരാണ് അല്ലെ. ഓക്കെ, കുക്ക് അവരുള്ളവരെ നമ്മൾ കാണില്ല, അവരൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ കുക്ക് ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ടുതരുന്നത് ബെയറർമാരൊക്കെയാണ് കേട്ടോ. ഓക്കെ, അവരൊക്കെ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് ആണ് കേട്ടോ. ഡയറ്റീഷ്യൻ ആരാണെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ. അദ്ദേഹത്തിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി പറയുന്നത്. ഏതൊക്കെ റോളുകളാണ് അദ്ദേഹത്തിന് ഒരു എന്താണ് ഹോസ്പിറ്റലിൽ വഹിക്കുന്നത് കേട്ടോ. 4 പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ്: ഫസ്റ്റ് വൺ ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, സെക്കൻഡ് വൺ ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് വൺ കമേഴ്സ്യൽ കാറ്ററിംഗ്, ഫോർത്ത് വൺ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇത്രയുമാണ് റോളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്: ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഫസ്റ്റ് വൺ എന്താണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. പേര് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് തന്നെ പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവാം? നമ്മള് ഇൻപേഷ്യൻസിനായിട്ട് അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങള് അല്ലെ, അതിന്റെ മേൽനോട്ടം വഹിക്കുക. ഇതൊരു ഡയറ്റീഷ്യന്റെ ഒരു എന്താണ് റോളാണ് അല്ലെ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ കിടക്കുന്ന ഓരോ അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഭക്ഷണ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, അതാണ് എന്ത് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിക്കാം. എന്താണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്? ഇറ്റ് ഡീൽസ് വിത്ത് provision of meals to the patients who are admitted in the hospital. That means inpatients അല്ലെ, അഡ്മിറ്റഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സേവനങ്ങളാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അവർക്ക് നമ്മള് ഫുഡ് സർവീസ് കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് കാലറീസ് കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, any extra nutritional needs and the normal food habits of patients in the state. കണ്ടോ, നമ്മൾ അവർക്ക് ഭക്ഷണ സേവനം കൊടുക്കാന്ന് വെച്ചാൽ വെറുതെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കലല്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അവർക്ക് കൊടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് കാലറീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ടത് അല്ലെ. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം? കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, അവരുടെ ആ ഒരു അസുഖാവസ്ഥ എന്താണ് അല്ലെ, അവരുടെ ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണ്, അവർക്ക് ഏതെങ്കിലും തരത്തിലെ എക്സ്ട്രാ ന്യൂട്രീഷൻ ആവശ്യകതകൾ ഉണ്ടോ അല്ലെ, അതൊക്കെ അവരുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഡോക്ടർ പറയും കുറെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് ഏതെങ്കിലും അവരുടെ ആ ഒരു അസുഖാവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡ്സുകൾ ഉണ്ടോ, ആവശ്യമുണ്ടോ, അതുപോലെ നോർമലി അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് അവർക്കൊരു സഫിഷ്യന്റ് കാലറീസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അവർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. അതാണ് എന്ത് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന്റെ ഭക്ഷണ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സുകളൊക്കെ ഒന്ന് അതും നമ്മൾ കൺസിഡർ ചെയ്യണം.
എന്നുവെച്ചാൽ എന്താണ്? അപ്പൊ പൊതുവെ ഒരാൾ പിന്തുടരുന്ന അവരുടെ നാച്ചുറൽ ആയിട്ടൊരു ഫുഡ് ഹാബിറ്റ് ഉണ്ടാവും. അതിന് പെട്ടെന്ന് ഒരു വലിയ ചേഞ്ച് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവരുടെയും കൂടെ കൺസിഡർ ചെയ്യണം. അവരുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്. അപ്പൊ അതിന് വലിയ എന്താണ് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് അഡ്ജസ്റ്റബിൾ ആകുന്ന രീതിയിൽ കൂടി ആയിരിക്കണം ആ ഒരു ഡയറ്റ് പ്ലാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? അതാണ് എന്ത് ഇൻ പേഷ്യന്റ് കാറ്റഗറി കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അടുത്തത് ഡയറ്റ് കൗൺസിലിംഗ് ആണ്. അത് വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്നതാണ്. നമ്മൾ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അവർക്ക് വേണ്ട ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഫുഡ് കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുക. അപ്പൊ ചില രോഗികളെ സംബന്ധിച്ച് അവര് ട്രീറ്റ്മെന്റ് അവർക്കെല്ലാം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷനിൽ അവർക്കത് കഴിക്കാൻ പാടില്ല. അപ്പൊ അതിനെപ്പറ്റി അവർക്ക് ഒരു അവയർനെസ് കൊടുക്കണം അല്ലെ. അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് അവർക്ക് ആ ട്രീറ്റ്മെന്റുമായിട്ട് സഹകരിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇന്ന് പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്, ആരാണ് ഡയറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, അവിടുത്തെ സ്റ്റാഫിങ്, പിന്നെ ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. പിന്നെ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിക്കൽ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും എന്തിലൊക്കെ ഇമ്പാക്ട് ഉണ്ട്, എന്തിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ദ ഫുഡ് സർവീസ്, ലേബർ കോസ്റ്റ്, അതുപോലെ മൊറാലിറ്റി ഓഫ് എംപ്ലോയീസ്, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു സ്റ്റാഫിങ്ങും മനസ്സിലാക്കി വെക്കുക. ദെൻ റോൾ ഓഫ് ഡയറ്റീഷ്യൻ, 4 ഹെഡിങ്സിൽ വരുന്ന കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്സ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.